ഈ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഷുറൻസ് കമ്പനീസ് ഇയർ എൻഡിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ പിന്നീട് ബാങ്കിങ് കമ്പനീസിൻ്റെയൊക്കെ നമ്മൾ കണ്ടതാണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ ഇൻഷുറൻസ് കമ്പനീസും ഇയർ എൻഡിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഏറ്റവും ആദ്യത്തെ പാർട്ടാണ് റവന്യൂ അക്കൗണ്ട്. ഈ റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന, അതായത് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ റവന്യൂ അക്കൗണ്ടിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് പ്രീമിയം. പ്രീമിയം ഇസ് എൻ ഇൻകം ടു ദി ഇൻഷുറൻസ് കമ്പനി. ദിസ് ഇസ് വൺ ഓഫ് ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ടു ദി ഇൻഷുറൻസ് കമ്പനി. ഈ റവന്യൂ അക്കൗണ്ടിൽ പ്രീമിയം എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ദാറ്റ് പെർട്ടിക്കുലർ ഇയേഴ്സ് പ്രീമിയം. അത് എങ്ങനെയാണ്, ആ എമൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേഷൻ ഓഫ് പ്രീമിയം ടു ബി ക്രെഡിറ്റഡ് ടു റവന്യൂ അക്കൗണ്ട്. പ്രീമിയം എന്ന് പറയുന്ന ഇൻകമാണ്, ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ടാണ് ഇത് ഇൻകം അക്കൗണ്ടിൽ റവന്യൂ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന എത്രയാണെന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ പ്രീമിയം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. Premium is a consideration received from a policyholder. Policyholder is otherwise known as insured. It is the main source of income of a life insurance company, and premium are shown in Schedule 1. The revenue account prepare ചെയ്യാൻ നേരം നമ്മൾ ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ പ്രീമിയം നമ്മൾ ഷെഡ്യൂൾ 1 അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അവിടെ എഴുതുന്ന പ്രീമിയം എമൗണ്ട് എത്രയാണെന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രീമിയം എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രീമിയം ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ എൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ദിസ് വിൽ ബി ഷോൺ ഇൻ റവന്യൂ അക്കൗണ്ട്. പിന്നീട് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് ഷെഡ്യൂൾ 1 ഓക്കെ, ഇനി റീ ഇൻഷുറൻസ് എന്താണെന്ന്. റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇൻഷുറൻസ് ഇഫക്റ്റഡ് ബൈ എൻ ഇൻഷുറൻസ് കമ്പനി വിത്ത് അനദർ ഇൻഷുറൻസ് കമ്പനി ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റിസ്ക് ഇൻ റെസ്പെക്ട് ഓഫ് പോളിസീസ് അക്സെപ്റ്റഡ്. അതായത് ഇൻഷുറൻസ് കമ്പനീസ് പോളിസി ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് പ്രീമിയം കളക്ട് ചെയ്യും. അതായത് ഒന്നീ ലൈഫ് ഇൻഷുറൻസ് പോളിസി ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എൻഡോവ്മെൻറ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ആവാം. എനിവേ, ഈ പോളിസി മെച്യൂർ ആവുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി ഈ എമൗണ്ട് ആർക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്? പോളിസി ഹോൾഡറിന് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു സർക്കംസ്റ്റൻസ് വരാൻ നേരത്തേക്കും ഇവർക്ക് ഇത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പോളിസി ഹോൾഡർ ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്കാണ് അവിടെയാണ് ഒരു പോളിസി എടുത്തിരിക്കുന്നതെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലാണ് പോളിസി എടുത്തിരിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഇത് ആർക്ക് കൈമാറാം? മറ്റൊരു ഇൻഷുറൻസ് കമ്പനിക്ക്, മാക്സ് ലൈഫ് ഇൻഷുറൻസിന് വേണമെങ്കിൽ ഇത് കൈമാറാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റീ ഇൻഷുറൻസ് എന്ന്. അവർക്ക് കിട്ടിയ ഒരു ബിസിനസ് അവർ മറ്റൊരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കൈമാറുന്നു. കാരണം അവരുടെ റിസ്ക് അത്രയും കണ്ട് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കസ്റ്റമറിൻ്റെ നിന്ന്, പോളിസി ഹോൾഡറിനെ നിന്ന് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കളക്ട് ചെയ്യുന്ന ഈ പ്രീമിയം എമൗണ്ട് ആർക്കങ്ങ് കൊടുക്കും? ഈ ഇൻകം ഇവരെടുക്കാതെ ഈ ഇൻകം ആർക്ക് കൈമാറും? മാക്സ് ലൈഫ് ഇൻഷുറൻസിന് കൈമാറും. അതിനെയാണ്, ആ പ്രൊസീജിയറിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മാക്സ് ലൈഫ് ഇൻഷുറൻസ് ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസിൽ അവർക്ക് കിട്ടിയ ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയൊരു പോളിസി കൈമാറുന്നു. അതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ ദ പ്രീമിയം പേയബിൾ ബൈ ദി original insurer to the reinsurer is called reinsurance premium ceded, and it is separately shown in the revenue account and it is deducted from the premium income. അതായത് നമ്മളിപ്പം മാക്സ് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു 3 lakh rupees പ്രീമിയം അവർ ബജാജ് അലയൻസിലേക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഈ പ്രീമിയം 3 ലക്ഷം രൂപ മാക്സ് ലൈഫ് ഇൻഷുറൻസിനാണ് കിട്ടിയത്. മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഇതൊരു ഇൻകമായിട്ട് എഴുതാതെ അതിനെ എന്ത് പേരിലാണ് പറയുന്നത്? പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് പ്രീമിയം സീഡഡ് എന്നാണ് പറയുന്നത്. അവർക്ക് കിട്ടി, പക്ഷേ ഇത് ഇവരാർക്ക് കൈമാറാൻ പോവുകയാണ്? ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസിന് കൈമാറാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ പ്രീമിയത്തിൽ നിന്ന് ഈ എമൗണ്ട് അങ്ങ് കുറയ്ക്കണം, കാരണം അത് അവരുടെ ഇൻകം അല്ലാത്തത് കൊണ്ട്. ഓക്കെ, സോ സിമിലർലി ദ റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് is separately shown in the revenue account as premium on reinsurance accepted and is added to premium income by the reinsurer company. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ മാക്സ് ലൈഫ് ഇൻഷുറൻസ് ആണ് അവർക്ക് കിട്ടിയ പ്രീമിയം ആർക്ക് കൈമാറിയത്? ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസിന് കൈമാറിയത്. സപ്പോസ് നമ്മൾ ബജാജ് ലൈഫ് ഇൻഷുറൻസിൻ്റെ അലയൻസിൻ്റെ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഈ ഇൻഷുറൻസ് എന്താണ്? റീ ഇൻഷുറൻസ് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ പ്രീമിയം അവർക്ക് അത്രയും റിസീവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ പ്രീമിയം
അത്രയും കണ്ട് കൂടും. അപ്പോൾ റീഇൻഷുറൻസ് പ്രീമിയം അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ഇതൊരു ഇൻകമായിട്ട് ആഡ് ചെയ്യാനും പറ്റും. ഈ റീഇൻഷുറൻസ് പ്രീമിയം സീഡഡുകാർക്ക്, അതായത് ഒറിജിനൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഇത് മറ്റുള്ളവർക്ക് കൈമാറുമല്ലോ, അതുകൊണ്ട് അവരുടെ പ്രീമിയം എന്ന് പറയുന്ന ഇൻകം അത്രയും കണ്ട് കുറയും, അവരിതിനെ ഡിഡക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ. പിന്നീട് വരുന്നത് ഒരു ഐറ്റമാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഐറ്റമാണ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്. അതായത് ഓൺ ടേക്കിംഗ് റീഇൻഷുറൻസ് ദ ഒറിജിനൽ ഇൻഷുറൻസ് കമ്പനി ഇസ് സെല്ലിംഗ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ബിസിനസ് ടു ദി അതർ കമ്പനി കോൾഡ് റീഇൻഷുറർ. So the original insurance company receives a commission from the reinsurer company, and the same is shown as commission on reinsurance ceded for the original insurance company and commission on reinsurance accepted for the reinsurer company. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാക്സ് ലൈഫ് ഇൻഷുറൻസിന് കിട്ടിയ ഒരു പ്രീമിയം അവർ ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസിലേക്ക് കൈമാറുവാണ്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ്, ഈ ബിസിനസ് യഥാർത്ഥത്തിൽ ആർക്കാണ് കിട്ടിയത്? മാക്സ് ലൈഫ് ഇൻഷുറൻസിന് കിട്ടിയതാണ്. അവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർക്ക് കിട്ടിയ ഈ ബിസിനസ് അവരാർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു? ബജാജ് അലയൻസിന്. അപ്പോൾ ബജാജ് അലയൻസിന് വലിയ മാർക്കറ്റിംഗ് ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നെ അവർക്കൊരു പുതിയ കസ്റ്റമറിനെ കിട്ടുകയാണ് ചെയ്യുന്നത്, പുതിയൊരു സെയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സെയിലിന് ആർക്കൊരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും? അങ്ങനെ കിട്ടിയ ആ ഒരു പ്രീമിയമിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെയിലിന് ടാറ്റയിലുള്ള മാക്സ് ലൈഫ് ഇൻഷുറൻസിന് ഒരു കമ്മീഷൻ കൊടുക്കേണ്ടി വരില്ലയോ? മാക്സ് ലൈഫ് ഇൻഷുറൻസിന് അത് കമ്മീഷൻ റിസീവ്ഡ് ആണ്, അവർക്ക് ഈ കമ്മീഷൻ കിട്ടുവാണ്. നേരെ മറിച്ച് ബജാജ് ലൈഫ് ഇൻഷുറൻസ് അങ്ങോട്ട് കൊടുക്കുമല്ലേ, ഈ കമ്മീഷൻ ആർക്ക് കൊടുക്കുന്നു? ഇങ്ങനെ ഒരു ബിസിനസ് കൊണ്ട് തന്നതിന് മാക്സ് ലൈഫ് ഇൻഷുറൻസിന് കൊടുക്കുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്പെൻസുമാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കണേ. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഇതൊരു ഇൻകവും, നേരെ മറിച്ച് റീഇൻഷുറൻസ്, അതായത് ഇത് ആരാണോ അക്സെപ്റ്റ് ചെയ്തത്, ഈ റീഇൻഷുറൻസ് പ്രീമിയം അക്സെപ്റ്റ് ചെയ്ത കമ്പനിക്ക് ഇതൊരു എക്സ്പെൻസുമാണ് ഈ കമ്മീഷൻ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ. എന്നിട്ട് നോക്കി ഇതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കണം. ഷെഡ്യൂൾ 2 ഈ കമ്മീഷൻ എക്സ്പെൻസ് ഒക്കെ വരുന്നത്. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഇതൊരു ഇൻകമാണ്. അപ്പോൾ കമ്മീഷൻ എക്സ്പെൻസ് അത്രയും കണ്ട് കുറയും. കമ്മീഷൻ എന്നൊരു എക്സ്പെൻസാണ്. ഈ എക്സ്പെൻസിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഇൻകം എന്നുള്ള രീതിയിൽ എഴുതുന്നത്. എന്നിട്ട് നമ്മുടെ കമ്മീഷൻ എക്സ്പെൻസ് അത്രയും കണ്ട് കുറയുന്നുള്ള, അത് മൈനസ് ചെയ്യാണ് വേണ്ടത്. പിന്നീട് റീഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന കമ്പനി എന്താണ് ചെയ്യേണ്ടത്? അവർ ഈ കമ്മീഷൻ മറ്റൊരു കൊടുക്കുകയാണ് വേണ്ടത്. അവരുടെ എക്സ്പെൻസ് അത്രയും കണ്ട് കൂടുകയാണ് ചെയ്യുന്നത്, കമ്മീഷൻ എക്സ്പെൻസ്. സോ ദേ ഷുഡ് ആഡ് ഇറ്റ് ടു ദി കമ്മീഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പ്രീമിയത്തിൻ്റെ കറക്റ്റ് ഫിഗറിൽ അറൈവ് ചെയ്യുന്നത്? റവന്യൂ അക്കൗണ്ടിൽ നിങ്ങൾ പണ്ട് പഠിച്ചിരുന്ന ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ P&L അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുന്നത് ഇതേപോലുള്ള ഐറ്റംസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എത്ര രൂപയാണ് കറണ്ട് ഇയേഴ്സ് റെൻ്റ് ആയിട്ട് എഴുതുന്നത് അല്ലെങ്കിൽ കറണ്ട് ഇയർ സാലറി ആയിട്ട് എഴുതുന്നത്, ആ ഒരു കാൽക്കുലേഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. പ്രീമിയം എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്. ഇൻകം നമ്മൾ റവന്യൂ അക്കൗണ്ടിലാണ് എഴുതുന്നത് ഇൻഷുറൻസ് കമ്പനിയിൽ. അപ്പോൾ അവിടെ എഴുതേണ്ട ആ ഇൻകം എമൗണ്ട് എത്ര ആണെന്നാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഔട്ട്സ്റ്റാൻഡിങ്ങും റിസീവ്ഡ് ഇൻ അഡ്വാൻസും ഒക്കെ ഉണ്ടാവും, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറണ്ട് ഇയേഴ്സ് ഇൻകത്തിൽ നമ്മൾ അറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ആദ്യം പ്രീമിയം റിസീവ് ഡ്യൂറിങ്, ഈ വർഷം എത്ര രൂപ പ്രീമിയം കിട്ടി, റിസീവ്ഡ് എത്രയും രൂപ കിട്ടിയെന്ന് പറഞ്ഞത് ഈ വർഷത്തെ ആവണമെന്നില്ല. അതിനകത്ത് ചിലപ്പം പ്രീ റിസീവ്ഡ് കാണാം, ഔട്ട്സ്റ്റാൻഡിങ് കാണാം. അപ്പോൾ ഇതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടേ നമുക്ക് കറക്റ്റ് ഫിഗറിൽ അറൈവ് ചെയ്യാൻ, കറണ്ട് ഇയേഴ്സ് ഇൻകത്തിൽ അറൈവ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് അറൈവ് ചെയ്യുന്നതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ. പ്രീമിയം റിസീവ് ഡ്യൂറിങ് ദി ഇയർ ഇത്ര രൂപ കിട്ടി. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്. നമുക്ക് ഇനിയും കിട്ടാനുണ്ട്, ക്ലോസിംഗ് ആയിട്ടും കുറച്ച് രൂപയും കൂടെ കിട്ടാനുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യണം. അത് ഈ വർഷത്തെ പ്രീമിയമാണ്. പിന്നീട് എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ്. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ കിട്ടേണ്ടത് കിട്ടാതിരുന്നതാണ്, അത് ഈ വർഷം കിട്ടിക്കാണും. സോ ഇറ്റ് ഇസ് നോട്ട് റിലേറ്റിംഗ് ടു ദിസ് ഇയർ. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി ബിഗിനിങ് എന്ന് പറയുന്നത് അത് ഈ വർഷത്തെ പ്രീമിയം അല്ല, കഴിഞ്ഞ വർഷത്തെ കിട്ടാനുള്ള പ്രീമിയം ആയിരുന്നു, അത് ഈ വർഷം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ വർഷത്തെ പ്രീമിയമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ യു നീഡ് ടു റിമൂവ് ഇറ്റ്. സോ ലെസ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദി ബിഗിനിങ്. അതിനെ മൈനസ് ചെയ്യാനാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. പിന്നീട് ചെയ്യേണ്ടത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി ബിഗിനിങ്. അതായത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി ബിഗിനിങ്, പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി ബിഗിനിങ് എന്ന് പറയുന്നത് ഈ വർഷത്തത് തന്നെയാണ്. ഈ വർഷത്തെ ആയതുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഈ വർഷത്തെ കൂടെ കിട്ടി. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് അഡ്വാൻസ് ആണ് ഈ വർഷത്തെ ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് വരുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ വർഷത്തേക്കുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത്, പക്ഷേ കഴിഞ്ഞ വർഷം കിട്ടി, അതുകൊണ്ട് നമ്മളത് ഈ വർഷത്തെ പ്രീമിയമായിട്ട് ആഡ് ചെയ്യണം. ഓക്കെ. പിന്നീട്
റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദി എൻഡ്. നമുക്ക് കുറച്ച് രൂപയും കൂടി ഈ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഈ വർഷത്തെ അല്ല, അതിനി വരാൻ പോകുന്ന വർഷത്തെയാണ്. സോ ഇറ്റ് ഇസ് നോട്ട് റിലേറ്റിംഗ് ടു ദിസ് ഇയർ. സോ വി നീഡ് ടു ഡിഡക്റ്റ് ഇറ്റ് ഫ്രം ദി പ്രീമിയം റിസീപ്റ്റ്. പിന്നീട് വരുന്നത് റീ ഇൻഷുറൻസ് പ്രീമിയം സീഡഡ്. അതായത് നമുക്ക് പ്രീമിയം കളക്ട് ചെയ്ത് കിട്ടി. അത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ പ്രീമിയം റിസീവ്ഡിൽ കുറേ പ്രീമിയംസ് നമ്മൾ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ പക്ഷേ സീഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രീമിയം സീഡഡ് എന്ന് പറയുന്ന പ്രീമിയം നമ്മൾ മറ്റൊരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അത് നമ്മുടെ ഇൻകമായിട്ട് എഴുതാൻ പറ്റില്ല. നമ്മൾ വേറൊരു കമ്പനിയിലേക്ക് ഈ സെയിലിനെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യുവാണ്. അതുകൊണ്ട് നമ്മുടെ ഇൻകം അത്രയും കണ്ട് കുറയണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? സോ ലെസ് റീ ഇൻഷുറൻസ് പ്രീമിയം സീഡഡ് മൈനസ് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ ആരുടെയെങ്കിലും റീ ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രീമിയമാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ടു ബി അഡ്ജസ്റ്റഡ്. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ടു ബി അഡ്ജസ്റ്റഡ് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അത് കറണ്ട് ഇയേഴ്സ് പ്രീമിയം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത് ഈ അവിടെയുള്ള പോളിസി ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കും. അതായത് കമ്പനി പ്രോഫിറ്റിലാണ്, ഈ ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രോഫിറ്റിലാണ് പോകുന്നതെങ്കിൽ അവിടെയുള്ള പോളിസി ഹോൾഡേഴ്സിന് എന്തും കൂടെ കിട്ടാനുള്ള അവകാശമുണ്ട്, ബോണസും കൂടെ കിട്ടാനുള്ള അവകാശമുണ്ട്. ഈ ബോണസ് ക്യാഷായിട്ട് കൊടുക്കുന്നതിന് പകരം ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ഈ തവണ തരേണ്ട പ്രീമിയം അത്രയും കണ്ട് നിങ്ങൾക്ക് തരാനുള്ള ബോണസ്, നിങ്ങൾക്ക് ഞങ്ങൾ ബോണസ് ക്യാഷായിട്ട് തരുന്നില്ല, അതിന് പകരം നിങ്ങൾ തരാനുള്ള പ്രീമിയം അത്രയും കണ്ട് കുറച്ചടച്ചാൽ മതി എന്ന് പറയും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ വർഷം കൊടുക്കാനുള്ള, ഞാനൊരു പോളിസി ഹോൾഡറാണ്, എനിക്ക് ഈ വർഷം കൊടുക്കാനുള്ള പ്രീമിയം എന്ന് പറയുന്നത് 10,000 രൂപയാണ് ഈ വർഷം എനിക്ക് അടയ്ക്കേണ്ട പ്രീമിയം എന്ന് വെച്ചോ. നോക്കിയപ്പം കമ്പനിയിൽ നിന്ന് എനിക്കൊരു 2,000 രൂപ ബോണസ് കിട്ടാനുണ്ട്. കമ്പനി പറയുന്നു, നിങ്ങൾ ബോണസ് നിങ്ങൾക്ക് ഞങ്ങൾ ബോണസ് ക്യാഷായിട്ട് തരുന്നില്ല, അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ പ്രീമിയം അത്രയും കണ്ട് കുറച്ച് അടച്ചാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ എത്ര രൂപ അടച്ചാൽ മതി? 10,000 ആണ് എൻ്റെ പ്രീമിയം എമൗണ്ട്. പക്ഷേ എനിക്കൊരു ബോണസ് കമ്പനി തരാനുണ്ട്, അത് കമ്പനി ക്യാഷായിട്ട് തരുന്നില്ല, പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം പറയുകയാണെങ്കിൽ എനിക്ക് എത്ര രൂപ അടച്ചാൽ മതി? 8,000 അടച്ചാൽ മതിയല്ലോ. പക്ഷേ 2,000 അടച്ചതിന് തുല്യമാണ്, കാരണം അത് കമ്പനി ബോണസായിട്ട് എനിക്ക് തരാനുള്ളതല്ലേ. അപ്പോൾ ആ എമൗണ്ടും യഥാർത്ഥത്തിൽ എൻ്റെ ഇത് കിട്ടിയതായിട്ട് കമ്പനി എഴുതണ്ടേ. കമ്പനി അവരുടെ ആ ബോണസിൽ നിന്നങ്ങ് എടുത്തോളും, എനിക്ക് തരാതെ അത് എങ്ങോട്ടങ്ങ് ട്രാൻസ്ഫർ ചെയ്തോളും. കമ്പനി ഇത് പ്രീമിയം അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തോളും. അതുകൊണ്ടാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആഡ് ചെയ്യുന്നത്. കാരണം അത് പ്രീമിയം കളക്റ്റഡ് ആണ്, നമ്മളത് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ അത്ര എമൗണ്ട് കിട്ടിയില്ലെന്നാണ് മീൻ ചെയ്യുന്നത്. പ്രീമിയം ഞാൻ കൊടുത്തില്ലെന്നാണ്. യഥാർത്ഥം ഞാൻ കൊടുക്കാതിരുന്നതല്ല, അത് എൻ്റെ ബോണസിൽ നിന്ന് എടുത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. അതുകൊണ്ടാണ് ആ പ്രീമിയത്തിൻ്റെ കൂടെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ കാണിക്കേണ്ട പ്രീമിയം ഫിഗറിൽ, അത് ഇൻകം ഫിഗറിൽ നമ്മൾ അറൈവ് ചെയ്യും. ആ എമൗണ്ട് എടുത്ത് നിങ്ങൾ ഷെഡ്യൂൾ 1 കാണിച്ചാൽ മതിയാവും. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രീമിയത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതെല്ലാം ഈ തന്നിരിക്കുന്ന ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. അത് എപ്പോഴും റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ബിഗിനിങ് കാണണമെന്നില്ല, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് കാണണമെന്നില്ല. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ ആ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം നിങ്ങൾ ചെയ്യുക. ഓക്കെ. ഇനി ഇവിടെ ഞാൻ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്താണെന്നാണെന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ. ബോണസ് ഇസ് എ ഷെയർ ഓഫ് പ്രോഫിറ്റ് വിച്ച് എ പോളിസി ഹോൾഡർ ഗെറ്റ്സ് ഫ്രം ദി ഇൻഷുറൻസ് കമ്പനി. Instead of paying bonus in cash to the policy holders, the insurance company deducts the amount from the premium payable to it, and it is known as bonus in reduction of premium. അതിനെയാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത്. കമ്പനി ഇങ്ങോട്ട് തരാനുള്ള, പക്ഷേ കമ്പനി അത് തരുന്നില്ല, അതിന് പകരം എന്ത് പറയുന്നു? പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്തോളാൻ പറയുന്നു. ഓക്കെ. ദാറ്റ് ഇസ് നോൺ ആസ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഒരു പ്രോബ്ലവും കൂടെ ചിലപ്പോൾ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം, പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും കാര്യം എന്താണെന്ന്. ഓക്കെ. നമുക്ക് പ്രോബ്ലം അടുത്ത വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.